ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള എസ്തെറ്റിക്സ് ആയിട്ടുള്ള അതല്ലെങ്കിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ജേർണൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ ജേർണലിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഉണ്ട്. അതെന്താണ്? പാറ്റേൺ പേപ്പേഴ്സ്. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു ബുക്കിലെ പേജസ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ A4 പേപ്പർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ പഴയ ബുക്കിലെ പേജസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും മതി. ഈ ഒരു ബുക്കിലെ പേജസ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതൊരു കറക്റ്റ് വൈറ്റ് അല്ല, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ ചെയ്യാം. ഫസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും അറിയണ നമ്മൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ കുറച്ച് കളേഴ്സ് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് സ്കെച്ച് പെൻ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പേപ്പറിന് മേലേക്ക് അതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ പ്രസ് ചെയ്താൽ നമുക്ക് നല്ല കളർഫുൾ ആയിട്ട് കിട്ടും. നമുക്ക് വേണ്ട കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി. നെക്സ്റ്റ് പേപ്പറിൽ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ എസ്തെറ്റിക് ആയിട്ടുള്ള ജേർണലിംഗ് സപ്ലൈസിൽ നമുക്ക് എപ്പോഴും കാണാൻ കഴിയണ ഒരു പാറ്റേൺ ആണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് കളേഴ്സ് വേണ്ടതനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ചെയ്താലും നല്ല രസം ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ഹൈലൈറ്റർ പെൻ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു പാറ്റേൺ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആണ്. കാണാനും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ ഇതിലിങ്ങനെ ഒരു ബ്ലാക്ക് ലൈന് കാണാം. അത് ഞാൻ സ്കെയിൽ വെച്ചിട്ട് വരച്ചപ്പോഴുള്ള ഒരു ബ്ലാക്ക് ലൈനാണ് കേട്ടോ. അപ്പൊ അതത്ര കാര്യമൊക്കെ ഉണ്ടാ. ഇപ്പൊ കണ്ടില്ലേ, ആ പാറ്റേൺ നല്ല രസമുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇതേപോലെ ബോ ആണ് വരച്ചു കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ ബ്രഷ് ഞാൻ വിചാരിച്ച മാതിരിയല്ല, അത്യാവശ്യം കേട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുത് വലുത് അങ്ങനെയൊക്കെ ആയിട്ടാണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, കാണാൻ രസമുണ്ട്. നെക്സ്റ്റ് നമ്മളിങ്ങനെ മൂടിന്റെ മേലായിട്ട് കളറ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ നമ്മൾ വിന്റേജ് ജേർണലിംഗ് ഒക്കെ ചെയ്തപ്പം അന്ന് കാണിച്ചിട്ടുണ്ടേനി. അന്ന് ബ്രൗൺ തീമിൽ കോഫി തീമിൽ ചെയ്തിട്ടുണ്ടേനി. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തഡ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി. ഇനി ലാസ്റ്റത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മളൊരു ലീഫ് എടുത്തിട്ട് അതിന്റെ ബാക്ക് ഭാഗത്ത് കുറച്ച് കളറാക്കി കൊടുത്തിട്ട് ഇങ്ങനെ പേപ്പറിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐഡിയ ആണ് എനിക്ക് ഈ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് കഴിഞ്ഞപ്പം കാണാനായാലും ഒക്കെ ചെയ്യാനായാലും ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് പല കളേഴ്സിൽ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരുപാട് തീമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിങ്ങനെ സൈഡിൽ കുറച്ച് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പൊ ഈ പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്, അടിപൊളിയല്ലേ? അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത നമുക്ക് കുറച്ച് മിനി പോളറോയിഡ്സ് ഉണ്ടാക്കാം. നമ്മൾ ഇതിന്റെ മുന്നേ 2 വട്ടം ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ജേർണൽ സപ്ലൈസ് ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ അതിന്റെ കൂടെ പോളറോയിഡ്സ് ഒക്കെ കിട്ടലുണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ഒക്കെ ചെയ്താൽ മതി. ഞാനിപ്പോ കാണിക്കുന്ന ഈ ഒരു എനിമൽ പ്രിന്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് ഇഷ്ടമുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എക്സ്ട്രാ ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ സൈഡിൽ കാണിച്ചു തരാം. അപ്പൊ അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് ഞാൻ ലാസ്റ്റ് ചെയ്തത് കുറച്ച് കൊളായിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ല. അടുത്തത് പാറ്റേൺ പേപ്പേഴ്സിനെ പോലെ തന്നെ നമുക്ക് ജേർണൽ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ആവശ്യം വരുന്ന ഒരു ഐറ്റമാണ് സ്റ്റിക്കേഴ്സ്. സ്റ്റിക്കർ ഉണ്ടാക്കുന്നത് എല്ലാവരും കുറേ വട്ടം കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ പിൻട്രസ്റ്റോ ഗൂഗിളൊക്കെ നോക്കിയിട്ട് കുറച്ച് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ തിരഞ്ഞെടുത്തിട്ട് ഇതേപോലെ വരച്ച് കളറൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ അറിയാലോ, കുറച്ച് വൈറ്റ് ഭാഗം കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ, എന്നാലേ ആ ഒരു ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതേപോലെ ബട്ടർ പേപ്പറിന്റെ മേലെ വെക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു സെല്ലോ ടാപ്പിന്റെ കവറിംഗ് എങ്കിലും ചെയ്താൽ മതി. നമ്മളിപ്പോൾ ചെയ്യുന്നത് ബട്ടർ പേപ്പറിന്റെ മേലെ അറേഞ്ച് ചെയ്തിട്ട് ആ ഫോട്ടോസിന്റെ മേലെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ സെല്ലോ ടാപ്പ് കട്ട് ചെയ്യുമ്പോഴും കറക്റ്റ് ആ ലെവലാക്കരുത്, കുറേ ഗ്യാപ്പ് വിട്ടിട്ട് വേണം
നമ്മൾ എന്ത് ചെയ്യാന് കട്ട് ചെയ്യാന്. എന്നിട്ട് ആ ഒരു ബാക്കത്തെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷീറ്റിന്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ കാണാം, ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഒട്ടിച്ചത്. നമുക്ക് പിന്നെ പെട്ടെന്ന് എടുക്കാനും കഴിയല്ലോ. ഇനി നമുക്ക് കുറച്ച് കോഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. നമ്മൾ എസ്തെറ്റിക് തീം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫോണ്ടിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. പിന്നെ ആ ഒരു കളറും കൂടി ആക്കിയിട്ട് ഇതേപോലെ എഴുതി കൊടുക്കണം. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓൺലൈനിലൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിലും ഒരു ഷീറ്റിനോ 2 ഷീറ്റിനോ തന്നെ 100 രൂപന്റെ മേലൊക്കെ ആവും. ഈവൻ 200 രൂപ വരെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് എത്രത്തോളം വൃത്തിയായിട്ട് ചെയ്യണോ അത്രത്തോളം ഇതിന് ഭംഗി കൂടും. അപ്പൊ ഞാൻ ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാല് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് മേലെ. പിന്നെ ബാക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ്, ഫോം ടൈപ്പിലുള്ള ഡബിൾ സൈഡ് ടാപ്പും കൂടി ഒട്ടിച്ചിക്കാണ്. എന്നിട്ട് ഇതേപോലെ ട്രാൻസ്പെറന്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയൊക്കെ വെച്ചത് എന്ന് കാണാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് കുറച്ച് വാഷി ടാപ്പ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു A4 പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നീളത്തിലൊന്ന് മുറിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ മുന്നേ ഞാൻ ഇത് പഴയ വാഷി ടാപ്പിന്റെ, അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാഷി ടാപ്പിന്റെ ഈ ഒരു റോളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സൈസിനാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും വിൻറ്റേജ് ആയിക്കോട്ടെ എസ്തെറ്റിക് ആയിക്കോട്ടെ ഏത് ജേണലിലും ആണെങ്കിലും ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്. ഇത് ഞാൻ ഇതിനെ മുന്നേ ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അപ്പൊ ഇത് എനിക്ക് എപ്പോഴും ആവശ്യമുള്ളത് ഉണ്ടാക്കുന്നതാണല്ലോ നല്ലത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ തീമിലൊക്കെ ചെയ്യാം. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഒരു ഐറ്റം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഹൈലൈറ്റർ പെന്ന് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ നേരത്തെ ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടാക്കിയല്ലോ, ഏകദേശം അതേപോലെ എന്നൊക്കെ പറയാം. അപ്പൊ ഈ ഒരു പിങ്ക് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു ഡിസൈൻ. ഇതും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എൻ്റെ അടുത്ത് ഏകദേശം ഇതേപോലത്തെ ഒരു വാഷി ടാപ്പ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാഷി ടാപ്പ്. അപ്പൊ കൂടുതൽ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സൈഡിൽ കാണിക്കാം കേട്ടോ. കുറച്ച് റൗണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ സ്റ്റിക്കർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ 4 സ്റ്റിക്കേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. A4 പേപ്പറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ റൗണ്ട് വരച്ചിട്ട് അതിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വരച്ചെടുക്കാം. പൂവ്, അതല്ലെങ്കിൽ ക്ലൗഡ്, റെയിൻബോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഒന്ന് ജസ്റ്റ് പെൻ വെച്ചിട്ട് വരച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കളർ ചെയ്യാം. കളർ ചെയ്യാതെയും വേണമെങ്കിൽ വെക്കാട്ടോ. അപ്പൊ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പറിന് മേലെ ഇതൊക്കെ നേരത്തെ ചെയ്തില്ല സ്റ്റിക്കർ ഉണ്ടാക്കണ അതേ മെത്തേഡിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ മേലെ നമ്മൾ ഇതേപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കുക, കട്ട് ചെയ്തെടുക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ പണി. കൂടുതൽ ഡിസൈൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. എനിക്ക് ഇതിന്റെ ബ്രഷ് അത്ര റെഡി ആവാത്തതുകൊണ്ടാണ്. നമ്മളെ കയ്യിൽ ബ്രഷ് പെന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഇതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് A4 പേപ്പർ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഇതേപോലെ 4 പാർട്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മളെ പേപ്പർ പഞ്ച് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യാം, ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓരോന്നിലും ഓരോരോ കളർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈന്, പൂവാവാം, ബട്ടർഫ്ലൈ ആവാം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ അതിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക, ഇതേപോലെ വരച്ചൊക്കെ കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ബ്രഷ് പെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ മുന്നും ഒരു വിന്റേജ് തീമിലും അതല്ലാതെ നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തതും ഇങ്ങനെ വിന്റേജ് ആയിട്ടും എസ്തെറ്റിക് ആയിട്ടും ഒക്കെ ഉള്ള ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആ ഒരു വീഡിയോസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കാട്ടി കുറച്ചും കൂടിയൊക്കെ ഐഡിയാസ് കിട്ടും. പിന്നെ നിങ്ങളൊരു ജേർണൽ ലവറെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഐഡിയാസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്പ്ലൈസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് ജേർണലിംഗ് ഐഡിയ നോക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്റ്റിക്കേഴ്സ്, പാറ്റേൺ പേപ്പേഴ്സ്, പോളറോയിഡ്സ് അതൊക്കെ ഒട്ടിച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്ത ഒരു തട്ടിക്കൂട്ട ജേർണലാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.